പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ള ഉണ്ണിയപ്പമാണ്. വെള്ള ഉണ്ണിയപ്പം പറയുമ്പോൾ നമുക്ക് ശർക്കര ചേർത്തിട്ട് അത് ബ്രൗൺ കളറായിരിക്കും. ഇത് വെള്ള കളറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അത് വൈകുന്നേരം നമുക്ക് ചായ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ രാവിലെ നമുക്ക് കുറച്ച് കറികൾ ഉണ്ടെങ്കിൽ കറി ചേർത്തിട്ട് കഴിക്കാനും നന്നായിരിക്കും. അപ്പം നമുക്കിവിടെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ വെള്ള ഉണ്ണിയപ്പത്തിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. കുറച്ച് അരിപ്പൊടി, അതേപോലെ ചോറ്, വെളിച്ചെണ്ണ, മുട്ട, തേങ്ങ, പഞ്ചസാര, ഉപ്പ്, കുറച്ച് പാല്. ഇത്രയും ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ വെള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് രണ്ട് മുട്ട ജാറിൽ പൊട്ടിച്ചൊഴിക്കാം. രണ്ട് മുട്ട നമ്മൾ ഇതിൽ ഉടച്ചിട്ടുണ്ട്. അതേപോലെ 2 കപ്പ് അരിപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് ചോറ് അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്താനുള്ളത് 1 കപ്പ് തേങ്ങ ഇതിലൂടെ ചേർക്കാം. മുട്ട, അരിപ്പൊടി, തേങ്ങ എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിൽ കുറച്ച് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നല്ല നൈസായിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. സെറ്റായിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ ഒന്ന് അടുപ്പിൽ വെക്കാം. പാൻ നല്ലപോലെ ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ ആദ്യം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വാരിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ചുട്ട് കഴിഞ്ഞു. ഇതുകൂടെ നമുക്ക് കോരിയെടുക്കാം. എല്ലാം നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വെള്ള ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈസലിനെ നമുക്ക് വിളിക്കാം. അപ്പൊ ഫൈസൽ ടേസ്റ്റ് നോക്കാൻ വരൂ. ചേച്ചി എന്താണ് വെള്ള ഉണ്ണിയപ്പം അല്ലേ? വെള്ള ഉണ്ണിയപ്പം സംഭവം എന്തായാലും അടിപൊളി ടേസ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്നൊന്നും. പക്ഷെ മൈൽഡ് ആയിട്ടുള്ള ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് കഴിച്ചു നോക്കട്ടെ. ഓക്കെ, സോഫ്റ്റ് ആയിരിക്കും. ഒന്ന് എടുത്ത് പൊട്ടിച്ച് നോക്കാം, അപ്പൊ അറിയാം. എന്തായാലും സോഫ്റ്റ് ആണ്. അപ്പ സോഡ ചേർത്തിട്ടില്ല അല്ലേ? കാരം ഒന്നും ചേർത്തിട്ടില്ല. ശരി ശരി, എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഒന്ന് പൊട്ടിച്ച് നോക്കൂ, അപ്പൊ അറിയാം എന്റെ സോഫ്റ്റ് എങ്ങനെയാ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഷുഗർ കൂടുതലില്ല, ഒരു മൈൽഡ് ഷുഗർ ആണ്. അതുകൊണ്ട് എത്ര വേണമെങ്കിൽ കഴിക്കാം. ഒരാൾക്ക് ഇത് മുഴുവൻ വേണമെങ്കിൽ കഴിക്കാന്ന് തോന്നുന്നത്. നമ്മൾ ഷുഗർ അധികം ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കറികളൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ സാധാരണ ഉണ്ണിയപ്പത്തില് നമ്മൾ നല്ലോണം ശർക്കര ആഡ് ചെയ്തുകൊണ്ട് ഭയങ്കര മധുരമായിരിക്കും. ഇത് മധുരം കുറവാണ്. പക്ഷെ മധുരം കുറവായതുകൊണ്ട് നമുക്ക് അത് വേറൊരു ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതില് ഏലക്കായ ഇടില്ലേ? ഏലക്കായ ഇതിലിടില്ല. ഏലക്കായ ഇടില്ല. ടേസ്റ്റ് ഇല്ലേ? എന്തായാലും അടിപൊളിയായിട്ട്. പക്ഷെ ആ കോഴിമുട്ട ചേർത്തിയതാണ് കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ കാരണം. പിന്നെ നമ്മൾ ചോറ് ചേർത്തിട്ടുണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും. നമുക്ക് കറി കൂട്ടിയിട്ടും കഴിക്കാം. രാവിലത്തെ ഇതില് എള്ളും ഇതും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി വേറെ ടേസ്റ്റ്, അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഇത് മധുരം കുറവായതുകൊണ്ട് നമുക്ക് കറി കൂട്ടി കഴിക്കാം. രാവിലെ ടിഫിന് നമുക്ക് കറി കൂട്ടി കഴിക്കാം. നല്ല രസമായിരിക്കും. ഒരു 5-8 കഴിച്ചിരിക്കുമ്പോഴേക്കും നമുക്ക് എന്തായാലും വയറ് നിറയും. 4 മണി ചായക്ക് കറി കൂട്ടാതെ കഴിക്കാം. അടിപൊളിയാണ്. അതെ, അത് കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ട് വേണ്ടിട്ടെങ്കിൽ നമുക്ക് 4 മണി പലഹാരമായിട്ട് അങ്ങനെയും കഴിക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഫുഡാണ്. ഒന്നും പറയാനില്ലല്ലോ, ഒന്നും പറയാനില്ല. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ചെറിയ ഡിഷ് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ അടുത്ത പാടി കിച്ചന്റെ പുതിയ വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.